333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നൊരു അവസ്ഥയിലായിരിക്കാം. നിങ്ങളുടെ പ്രണയത്തെ സംബന്ധിച്ചോ ഫാമിലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലത്തെ സംബന്ധിച്ചോ ഒക്കെ ഒരുപാട് സങ്കടത്തോടു കൂടിയായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ നേരിടുക. പക്ഷേ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഒരു പക്ഷേ ഏറെ ആൾക്കാരും ഫിനാൻഷ്യലി ആയിരിക്കാം ഒരുപാട് സങ്കടപ്പെടുന്നത്. ചിലപ്പോൾ പണം അടയ്ക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ലോൺ അടയ്ക്കേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് മെച്ചപ്പെടും. പണമടയ്ക്കാനുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും, നിങ്ങൾക്ക് പണം ലഭിക്കും എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന ആ ഒരു കാർഡിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് ഗോൾഡ് കോയിൻസ് കിടക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതിനെ നിങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. നിങ്ങളിലുള്ള ആ ഒരു കഴിവ്, സർഗസിദ്ധി ഒരു പക്ഷേ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാത്തിനും കഴിയും. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ഥിതി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളത് അറിയുന്നില്ല. നിങ്ങൾക്ക് എന്തുമാത്രം കഴിവുകളുണ്ട്, അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ മറ്റുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തേണ്ടതാണ്, മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി മറ്റു ചിലർ ഒരു പക്ഷേ ഒരുപാട് രോഗസ്ഥിതി കൊണ്ട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പം അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള അസുഖങ്ങളായിരിക്കാം. അത് നിങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ പോലും ആ ഒരു അവസ്ഥയ്ക്കും ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഒരു വെളിച്ചം നിങ്ങളുടെ മേൽ പതിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിവൈൻ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. വിഷമിക്കേണ്ട, ഈ ഒരു സിറ്റുവേഷനും നിങ്ങൾക്ക് ഇമ്പ്രൂവായി കിട്ടും എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവാം. നിങ്ങൾ ഏറെ ശ്രമിക്കുന്നുണ്ടാവാം ആ ഒരു റിലേഷൻഷിപ്പ് ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. നിങ്ങളേറെ സ്നേഹിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പാർട്ട്ണറെ. അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ പല അവസരങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടാവാം. എന്നിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിലകൊള്ളുന്നത്. പക്ഷേ നിങ്ങൾക്ക് നല്ല നിലപാടുണ്ടായിരിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു ട്രൂ വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഡിവൈൻ തരുന്നതാണ്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഈ ഒരു അവസ്ഥ മാറ്റം വരുന്നതാണ്. ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതാണ് എന്നുള്ളതാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേലധികാരികൾ അവരുടെ കഴിവിനെ കാണുന്നില്ല, അംഗീകരിക്കുന്നില്ല, മനഃപൂർവ്വം അവരെ മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റീസണേറ്റാണ്. കാരണം ആ ഒരു സിറ്റുവേഷനും ഇംപ്രൂവ് ആകും. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഓഫീസിലെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ സ്റ്റാഫ് സ്ട്രക്ചർ തന്നെ മാറിയേക്കാം. ചിലപ്പോൾ ഒരാൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ആരാണോ ഒരുപാട് ദേഷ്യപ്പെടുന്നത് അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു കാര്യം അവിടെ സംഭവിച്ചുള്ളൂ. നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ആ ഒരു കാര്യം നടന്നു കിട്ടിയതിൽ ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു എന്ന് തന്നെ നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ളതാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ യെസ് എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ആൻസറും യെസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിൻ്റെ ആ ഒരു ആൻസർ യെസ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ധൈര്യമായി ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു ഡിവൈൻ സന്ദേശവുമാകാം. അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യണോ വേണ്ടയോ അങ്ങനെ ഡൗട്ട് ഉണ്ടായിരിക്കുകയും അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആൻസർ യെസ് എന്നുള്ളതാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങളത് ചെയ്യൂ, നിങ്ങൾ ഡിസിഷൻ എടുക്കൂ. അങ്ങനെ നിങ്ങൾ എന്താണോ ഇന്ന് മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും താങ്ക് യു പറയുക. എന്ത് തന്നെ ആയാലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് താങ്ക് യു പറയുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനും താങ്ക് യു പറയുക. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, താങ്ക്ഫുൾ ആയിരിക്കുക. ശുഭദിനം ആശംസിക്കുന്നു.